ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു ഫിഷിൻ്റെ ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ രാവിലെ ഇപ്പോൾ ഒരു 6:30 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റിൽ ചെന്ന് നമുക്ക് ഏതാണ് ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഫിഷ് ഏതാ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. പക്ഷെ ഇപ്പം വളർത്തുമീനുകളാണ് വരുന്നതെന്നാണ് ഇപ്പം പൊതുവെ എല്ലാവരും പറയുന്നത്. അപ്പം നമുക്ക് ചെന്ന് നോക്കാം ഏതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മീനുകൾ ഉള്ളതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ബാ. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. ഇന്ന് മാർക്കറ്റിൽ മീനുകൾ നമുക്ക് കുറവാണ്. കാരണം ഇപ്പോൾ കോഴിക്കോട് നിന്നൊക്കെയാണ് മീൻ വരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെയുള്ള മീനുകൾ ഞാൻ ഒന്ന് കാണിക്കാം. ഇപ്പോൾ മീനുകൾ കുറവാണ് കേട്ടോ, മാർക്കറ്റിൽ കുറവാണ്. ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളുടെ ആണ്ട് മാർക്കറ്റിൽ മീനുകൾ പൊതുവേ കുറവാണ്. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുൻപേ വന്നു, ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ, പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ, ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നിതാ. അപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് പോയി നമുക്ക് ആവശ്യമുള്ള മീൻ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന മീനെ കട്ട്ല എന്ന് പറഞ്ഞൊരു മീനാണ് എടുത്തിരിക്കുന്നത്. അതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, റൂഹ് എന്നാണ് അതിന് പറയുന്ന പേര്. പൊതുവേ വളർത്തുമീനുകളാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ വരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല രുചിയുള്ളൊരു മീനാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. വലിയ വിലയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒന്ന് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്, നാടൻ രീതിയിലൊന്ന് ഗ്രില്ല് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പല രീതിയിൽ നമ്മൾ ഗ്രില്ല് ചെയ്യും. മസാല ഇട്ടിട്ട് നമ്മൾ ഫിഷും മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം. പക്ഷേ നമ്മൾ ചെയ്യുന്ന വേറെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട നെല്ലിക്ക എന്നൊക്കെ ഇട്ടില്ല, അതുപോലെ നമ്മൾ ഉപ്പിലിട്ട മുളക് എന്ന് കേട്ടിട്ടുണ്ടോ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു 5-6 ദിവസം അത് ഉപ്പിലിട്ട മുളക് നമ്മൾ വിനീഗറും കല്ലുപ്പും ചേർത്ത് നമ്മൾ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞ് അതിനെ എടുത്തിട്ട് നമ്മൾ ചെറിയൊരു മസാല ചെയ്തിട്ട്, അതിനകത്ത് മസാല എന്ന് പറയുമ്പോൾ വലിയ മസാല ഒന്നുമില്ല കേട്ടോ, ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലൊന്ന് തൂത്ത് കൊടുക്കണം. നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ചേരുവകൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി. ഇനി നമുക്ക് ആ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നാരങ്ങ പിഴിയാണ് ആദ്യം ചെയ്യുന്നത്. എല്ലാ ഭാഗം നല്ലതുപോലെ നാരങ്ങ പിഴിയുക. ഞാനൊരു 3 പീസ് നാരങ്ങ എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് നാരങ്ങ പിഴിയുക. ഇതിനകത്തും കൂടെ നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ. നല്ലപോലെ പിഴിഞ്ഞ് കൊടുക്കുക. ഇതിനിടയിലൊക്കെ കയറാവുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് കല്ലുപ്പ്, നല്ലതുപോലെ കല്ലുപ്പ് ചേർക്കുക. കല്ലുപ്പ് നല്ലതുപോലെ ചേർത്ത് കൊടുക്കുക. ശരിക്കും ഒന്ന് സ്ക്രബ് ചെയ്യണം കേട്ടോ, കല്ലുപ്പൊന്ന് പൊടിഞ്ഞു വരണ്ടേ. ശരിക്കും ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവനെ ഒരു 20 മിനിറ്റ് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ഈ മീൻ നമ്മുടെ തവയിൽ കൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടായിട്ടൊന്ന് മുറിക്കുകയാണ് ഇവനെ. അപ്പോൾ നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ 20 മിനിറ്റ് നമ്മൾ വെച്ച് ഉപ്പും ആ വിനാഗിരിയും ഇല്ല നാരങ്ങ നീര് ഇപ്പോൾ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. നമ്മളിത് മുറിക്കാനുള്ള മെയിൻ ഉദ്ദേശം നമ്മുടെ തവയ്ക്കകത്ത് കൊള്ളാത്തതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നമ്മൾ 20 മിനിറ്റ് മസാല ഇട്ട മീൻ നമ്മൾ രണ്ടായിട്ട് മുറിച്ചു. അത് നമ്മുടെ പാത്രം ചെറുതായതുകൊണ്ട് കേട്ടോ. ഇനി നമ്മളിവനെ നമുക്കിതിനാവശ്യമായിട്ടുള്ള മസാലകൾ എന്താണെന്ന് നമുക്കിന്ന് കാണാം. അതിന് മുമ്പ് നമുക്കിവനെ ഒന്ന് ഗ്രില്ല് ചെയ്യുന്ന രീതി നമുക്ക് കാണിച്ചു തരാം. ഇതിന് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനം എടുത്തിരിക്കുന്നത്. ഇതിനകത്താണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഏറ്റവും നല്ലത്
ഇരുമ്പിൻ്റെ ചട്ടിയുണ്ട്, അതാണ് നല്ലത് കേട്ടോ. അതിലേക്ക് നമ്മൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് ചുറ്റിച്ചെടുക്കുക, കാരണം നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പം എല്ലാ ഭാഗങ്ങളും ഒന്ന് എണ്ണമയം കാണണ്ടേ. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മീൻ നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് വരുന്ന ആ ബാക്കിയുള്ള വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തേക്കട്ടോ. അത് ഉപ്പും ആ ലൈമിൻ്റെ വെള്ളവും കൂടെയാണ്. ഇതിനെ നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അത് മൂടി വെച്ച് 1 സൈഡ് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് ഒന്നുകൂടെ ഗ്രില്ല് ചെയ്യാം. അപ്പം നമുക്കിനി അതിൻ്റെ ആവശ്യമായിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. നമുക്ക് മസാല തയ്യാറാക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാണ്. നമ്മളെല്ലാവരും വീടുകളിൽ മീൻ വറക്കുന്നുണ്ട്, വീട്ടുകാർ വരുമ്പോഴും പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അതിൻ്റെ മസാലകൾ എന്തൊക്കെയാണ്, ചേരുവകൾ വരുന്നതെന്ന് നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് പഴുത്ത പച്ചമുളക് ഒരു 100 ഗ്രാമാണ്. ഇത് ഉപ്പും വിനാഗിരി ഇട്ട് ഞാനൊരു ഒരാഴ്ചയോളം ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നു. അത് മൊത്തമായിട്ട് എടുത്ത് ചെയ്യാൻ കേട്ടോ, ആ വെള്ളം ഉൾപ്പെടെ മൊത്തമായിട്ട് എടുത്ത് ഞാൻ ആ വെള്ളം കൂടെ ചേർത്തെടുക്കണം കേട്ടോ. പിന്നെ ഒരു 50 ഗ്രാം ചെറുള്ളി, 50 ഗ്രാം ചെറുള്ളി, ഒരു 10 പീസ് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ 2 പിഞ്ച് കറിവേപ്പില. ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ അരകല്ലിൽ വെച്ച് അരച്ചെടുക്കാം കേട്ടോ, അതായിരിക്കും ഏറ്റവും നല്ല രുചിയുള്ളത്. ഇപ്പോൾ ആർക്കും സമയമില്ലല്ലോ, എല്ലാവരും തിരക്കല്ലേ. അതിലെടുത്ത് ചെറുതായിട്ട് ചതച്ചെടുത്താലും മതി, അതിനും ഒരു രുചിയായിരിക്കും. ഞാനിപ്പോൾ ചെയ്യുന്നത് മിക്സിയിലേക്കിട്ട് ചെയ്യുന്നതിന്, കാരണം എല്ലാവരും ഇപ്പോൾ എളുപ്പവഴിയാണ് എല്ലാം നോക്കുന്നത്. അപ്പം ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഓക്കെ, 1 സൈഡ് ഏതായാലും ഓൾമോസ്റ്റ് അത് ഗ്രില്ലായിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിതിനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നോൺ സ്റ്റിക്ക് പാനാണെങ്കിലും ഇങ്ങനെ പറ്റുള്ളൂ കേട്ടോ, മറ്റേതാണെങ്കിൽ കുറച്ച് മല്ല് പിടിച്ച് വേണം തിരിച്ചിടാൻ. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ അത് ഗ്രില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറേ ഭാഗം ഒന്ന് ഗ്രില്ലാക്കി എടുത്തിട്ട് നമുക്ക് മസാലയിലേക്ക് നമുക്ക് പോകാം. അത്യാവശ്യം നല്ല രീതിയിൽ അത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഓക്കെ, നമ്മളത് ചേർത്ത് കൊടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സോട്ട് ചെയ്യുന്നില്ല, പകരം നമ്മൾ, അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ നമ്മുടെ ആ മസാല നമ്മൾ ചേർത്തു. ഇതിലേക്ക് നമ്മൾ വേവിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഇതിനകത്ത് വേവിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നാരങ്ങനീര് ചേർത്ത് കൊടുക്കുക. ചെറിയ അല്ലിയാണ്, 2 അല്ലി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പുളിയും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. പിന്നെ അതുകൂടാതെ ഗ്രില്ല് ചെയ്യുമ്പോൾ കണ്ടൻറ്റ് കാണും, അതുകൊണ്ട് അത് കുറച്ചിടുക. 2 കറിവേപ്പിലയാണ് ഇടുക. എന്നിട്ട് ഇവനെ ശരിക്കും തിളപ്പിച്ച് വറ്റിക്കുക. അപ്പോൾ നമ്മുടെ പച്ച മസാല റെഡി ആയിട്ടുണ്ട്. കാരണം ഒരു കുറി വന്നിട്ടുണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് യാതൊരു വിധത്തിലുള്ള പൊടി മസാലകളും വരുന്നില്ല. അതിനകത്ത് പഴുത്ത മുളക്, ഉപ്പിലിട്ടത്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങാനീര്, കല്ലുപ്പ്, കറിവേപ്പില, ചെറുള്ളി, ഇത്ര ഐറ്റങ്ങളെ വരുന്നുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് നമ്മുടെ മീനിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവ് മതി കേട്ടോ, കാരണം നമ്മളൊരു ജ്യൂസി മുകളിലാണ് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പോഴും ഒരു പ്രത്യേകത ഇതിനുണ്ടാവും. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സോസ് പാനോടൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ആ മീനിൻ്റെ അപ്പുറത്തെ ഭാഗം കൂടെ ഗ്രില്ലായെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ 1 സൈഡ് ആദ്യത്തെ ഭാഗം നല്ലപോലെ വെന്തിട്ടുണ്ട്. കാരണം ഇത് കട്ട്ലയായതുകൊണ്ട് പെട്ടെന്നൊന്ന് ആവി അടിച്ച് കഴിഞ്ഞാൽ വേഗുന്നൊരു മീനാകട്ടെ. അത് കണ്ടേ, ഇത് ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ അപ്പുറത്തെ ഭാഗം കൂടി ആയോ നമുക്കൊന്ന് നോക്കാം. ഇല്ല, കുറച്ചും കൂടി ആകാനുണ്ട്. ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ നമുക്കൊന്നുകൂടെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പം ആവിയൊക്കെ വരുന്നത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മളെ ഗ്രില്ല് ചെയ്ത മീനിൻ്റെ ഒരു ഭംഗി കണ്ടോ. മറിച്ചിട്ട് നോക്കാം കേട്ടോ.
പെട്ടെന്ന് വേകുന്നൊരു മീനാണ് കേട്ടോ. അത് വളർത്തു മീനാണെങ്കിലും നല്ല രുചിയുള്ള മീനാണെന്നാണ് കടക്കാരൻ പറഞ്ഞു കേട്ടോ. നല്ല രുചി, നമ്മൾ കഴിച്ച് നോക്കിയിട്ട് നമുക്ക് പറയാം. അപ്പം വെന്തിട്ടുണ്ട്. നല്ല ഫ്ലഷാണ് കേട്ടോ. ആവശ്യത്തിന് കഴിക്കാനുള്ള ഫ്ലഷുണ്ട്. വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ, ചെറിയ റേറ്റേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിത് മേടിക്കാനുള്ള കാരണം. കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കും കേട്ടോ, കാരണം ആ ഒരു ഫിനിഷിങ് കിട്ടാൻ. ഈ ഒരു വീഡിയോയിൽ നമുക്ക് വേറൊരു പ്രിപ്പറേഷനും കൂടി നമുക്ക് അടുത്തതായിട്ട് കൊണ്ടുതരാം. അതും വളരെ എളുപ്പത്തിൽ നമുക്ക് വീടുകളിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ റെഡിയായിട്ടുണ്ട്. അതിൻ്റെ ഇതൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ മസാല ഒന്ന് ടൈറ്റായതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇത് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. എപ്പോഴും നമ്മൾ ഒരേ രീതി മാത്രം ഫോളോ ചെയ്യില്ല, പലപ്പോഴും പല രീതിയിലൊക്കെ മാറി നോക്കുക. ഞാൻ അങ്ങനെ മാറി നോക്കിയപ്പോൾ എനിക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത്. നല്ല രുചിയുള്ള സാധനം കേട്ടോ. ഞാനിത് കഴിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചോറിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ അടിപൊളിയായിരിക്കും. കാന്താരിയാണെങ്കിലും നല്ലതാണ്, പക്ഷേ കാന്താരി ആകുമ്പോൾ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എരിവായിരിക്കും. ഇതിപ്പം അത്യാവശ്യം കുറച്ച് എരിവുള്ള നമ്മൾ ഉണ്ടമുളക്, നീളമുളക് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചെറിയൊരു ഉണ്ടമുളകാണ്. അതിനധികം എരിവൊന്നുമില്ല. അതിനൊരു ഒരാഴ്ചയോളം അത് ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പിലിട്ട് മാങ്ങായം വെച്ച് നമുക്ക് ഇങ്ങനെ ഐറ്റങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പം ഞാനൊരു ചേഞ്ചിന് വേണ്ടിയാണ് ഇങ്ങനെ ശ്രമിച്ചു നോക്കിയത്. നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യാൻ നോക്കാൻ മറക്കരുത്. പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയാനുള്ളത് കേട്ടോ, നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും മറക്കല്ല. നിങ്ങളുടെ കമൻസും കാര്യങ്ങളും അതിനകത്ത് എഴുതാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ എനിക്ക് ഞാൻ ചെയ്യുന്ന അടുത്ത വീഡിയോകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുള്ളൂ. അപ്പം ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നതുവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജിത് കുമാർ. അപ്പോൾ നമ്മൾ പിന്നെ ഒരു വാഴയിലേക്ക് മാറ്റുകയാണ്. വാഴയിലയിലേക്ക് കുറച്ച് റിസ്ക്കാണ് മാറ്റുക എന്ന് പറഞ്ഞാൽ കേട്ടോ. ഹോൾ ഫിഷായിട്ട് കിടക്കുകയാണ്. ഇനി നമ്മൾ ഇതിന് മുകളിലേക്ക് നമ്മുടെ മസാല നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകണം കേട്ടോ. അത് കണ്ടോണം. അപ്പം മസാല നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അധികം മസാലയില്ല, ജസ്റ്റ് മസാല നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഇത് മതിയായിരിക്കും ഇതിനുള്ള മസാല. ഞാനൊരു 3-4 മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര മസാല ഞാൻ ചെയ്തത്. കണ്ടോ, ഇത്രയും മസാല നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ ഇത് ഓൾറെഡി നല്ല സ്പൈസിയുള്ള ഡിഷാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീനും റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞാനിതൊരു പേരിട്ടിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് നിങ്ങൾ വിളിക്കാം. അപ്പോൾ തൽക്കാലം നമുക്കിതിന് എന്തെങ്കിലും ഒരു പേരിട്ട് വിളിക്കാം. ഉപ്പിലിട്ട മീൻ, മസാലയിലൊരു മീൻ എന്നൊക്കെ വേണേൽ നമുക്ക് വിളിക്കാം. ഏതായാലും എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാർ ആദ്യമാണെങ്കിൽ അവരെൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.